അല്ല കാര്യത്തിൽ ഇന്നിപ്പോൾ വി ഡി സതീശൻ വീണ്ടും ആവർത്തിക്കുന്നു SDPIയുടെ വോട്ടുകൾ വേണ്ട സംഘടന എന്ന നിലയിൽ. പക്ഷേ വ്യക്തി വോട്ടുകളാകാം എന്ന് തന്നെയാണ് UDFന്റെ നിലപാടെന്ന് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പരസ്യ പിന്തുണയുടെ കാര്യത്തിൽ തള്ളിപ്പറഞ്ഞത് നിലവാരമില്ലായ്മയാണ് കോൺഗ്രസിന്റേതെന്ന് തന്നെയാണ് SDPI വിമർശനം ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ ഒരു പുനരാലോചനയ്ക്ക് പുനർവിചിന്തനത്തിന് തയ്യാറാവുകയും ചെയ്യും. അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായി കണക്കാക്കാനാകുമോ? കാരണം തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിരുന്നല്ലോ UDF. ഒരു ഗതികെട്ട സാഹചര്യത്തിലാണ് UDF SDPയുടെ പിന്തുണ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. വലിയ രീതിയിൽ ഇടതുമുന്നണിയും BJPയും ഒക്കെ അത് ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു നിലപാട് UDF നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ അപ്പോഴും SDPI ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ മുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടത് തള്ളുമ്പോഴും കൂടുതൽ അവരെ ചൊടിപ്പിക്കുകയോ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാനോ നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്ന് മാത്രമല്ല, പ്രമുഖരായ സ്ഥാനാർത്ഥികളൊന്നും തന്നെ, എന്തിനേറെ KPCC അധ്യക്ഷൻ K സുധാകരൻ പോലും SDPയെ പരസ്യമായി തള്ളിപ്പറയുകയോ വോട്ട് വേണ്ട എന്ന് ആ അർത്ഥത്തിൽ പറയുകയോ ചെയ്യുന്നില്ല. കാരണം കൂടുതൽ SDPയെ പ്രകോപിപ്പിച്ച് ചൊടിപ്പിച്ച് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് UDFിലെ തീരുമാനം. SDPയുടെ വോട്ടുകൾ വേണ്ടെന്ന് തള്ളിപ്പറഞ്ഞെങ്കിലും, പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞെങ്കിലും, ആ വോട്ടുകൾ UDFന്റെ പെട്ടിയിലേക്ക് തന്നെ വീഴുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ ഘട്ടത്തിലും UDF നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചൊടിപ്പിച്ച് ഒരു അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നേതൃത്വം മനസ്സിലാക്കുന്നത്. SDPയുടെ ആലോചനയും അത് തന്നെയാണ്. കാരണം പല സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, പല സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, പലത് പരിശോധിച്ചുകൊണ്ട്, വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് SDPI എത്തിയത്. അത് എന്തുകൊണ്ട് UDFനെ പിന്തുണയ്ക്കണം, എന്തുകൊണ്ട് LDFന് പിന്തുണ കൊടുക്കേണ്ടതില്ല എന്നതിൽ വിശദമായ ചർച്ചകൾ നടന്നു. ആ സാഹചര്യം മാറ്റേണ്ടതായ ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല എന്നുള്ളതാണ് നിലവിൽ നേതൃത്വത്തിൻ്റെ ഒരു അനുമാനം. പക്ഷേ ഒരു കൂട്ടായ ചർച്ച, അത് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ആ അർത്ഥത്തിൽ ഔദ്യോഗികമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുക. അത് UDFന്റെ പിന്തുണ കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമോ, അതോ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ? അങ്ങനെ ഇടതുമുന്നണിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചാലും അത് പരസ്യമായി SDPI പിന്തുണ പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു പരസ്യ പിന്തുണ ഇടതുമുന്നണിക്ക് പ്രഖ്യാപിച്ചാൽ ഇടതു നേതാക്കളും അത് തള്ളിപ്പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ എന്നാൽ ഇടതുമുന്നണിക്ക് വോട്ടില്ല എന്ന നിലയിലേക്ക് അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നതാണ്. എന്നാൽ എന്തായിരിക്കും SDPIയുടെ നിലപാട് എന്നാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാനുള്ളത്.